Hi students, Namaskaram. Now we are solving a practical problem on contract question, contract account. The following was the expenditure on a contract for rupees 6 lakh. Not the 6 lakh being the contract price, 6 lakh. Commenced in January 2019. Materials rupees 1,20,000, wages rupees 1,64,000, planned 20,000, business charges, business expenses rupees 8,600. Cash received on account by 31st December 2019 amount rupees 2,40,000 being 80% of work certified. We are given work certified means it is not a completed contract. It is incompleted contract. ഇവിടെ ക്വസ്റ്റ്യനിൽ വർക്ക് സർട്ടിഫൈഡ് തന്നിരിക്കുന്നു. അതിനർത്ഥം ഇത് കംപ്ലീറ്റ് ചെയ്ത കോൺട്രാക്ട് അല്ല, ഫിനിഷ്ഡ് കോൺട്രാക്ട് അല്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും. വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും. Then work uncertified 6,000. These two items are given to find out work in progress to be credited in the contract account. Incompleted contract ആണെങ്കിൽ നാം ക്രെഡിറ്റ് ചെയ്യേണ്ടത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് കാണാൻ വേണ്ടിയാണ് ഈ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും തന്നിരിക്കുന്നത്. The value of material on hand on 31st December 2019 was rupees 10,000. Closing material. Plant is to be depreciated at 10%. Okay, this is the question. How we prepare contract account? Draw contract account and materials, wages, plant and business charges are expenses are to be debited in the contract account. ഈ 4 ഐറ്റംസും കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, പ്ലാന്റ് എന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ? അതെ, പ്ലാന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സാധാരണ രീതിയിൽ കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ പ്ലാന്റ് ഓപ്പണിംഗ് നാം ഡെബിറ്റ് ചെയ്യും, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തതിനു ശേഷമുള്ള ക്ലോസിംഗ് പ്ലാന്റ് ക്രെഡിറ്റ് ചെയ്യും. പ്ലാന്റ് ഓപ്പണിംഗ് ഡെബിറ്റ് ചെയ്യുന്നു, ക്ലോസിംഗ് പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അതിന് പകരം ഡിപ്രീസിയേഷൻ മാത്രം ഡെബിറ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ കസ്റ്റം പ്രാക്ടീസ് ഇങ്ങനെയാണ്, കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഓപ്പണിംഗ് പ്ലാന്റ് ഡെബിറ്റ് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ക്ലോസിംഗ് പ്ലാന്റ് ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽസ്, വേജസ്, ബിസിനസ് ചാർജസ് ഇത് മൂന്നും എക്സ്പെൻസുകളാണ്. കൂടാതെ ഓപ്പണിംഗ് പ്ലാന്റ് ഈ 4 ഐറ്റംസും കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. മെറ്റീരിയൽ, വേജസ്, പ്ലാന്റ്, ബിസിനസ് ചാർജസ്. Then we have to credit work in progress. Why? It is incompleted contract. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട് ആണ്. നാം ക്രെഡിറ്റ് ചെയ്യേണ്ടത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ്? ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ 2 ഐറ്റംസ്, വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. നാം കംപ്ലീറ്റ് ചെയ്ത വർക്കിൽ കോൺട്രാക്റ്റിയുടെ ഒഫീഷ്യൽ സർവേയർ സർട്ടിഫൈ ചെയ്ത ഭാഗമാണ് വർക്ക് സർട്ടിഫൈഡ്. സർട്ടിഫൈ ചെയ്യാത്ത ഭാഗമാണ് വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഇസ് ഈക്വൽ ടു വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ്. And in the question we are given cash received on account by 31st December 2019 amount to rupees 2,40,000. വർക്ക് സർട്ടിഫൈഡിൽ നിന്നും റിട്ടൻഷൻ മണി കുറച്ചിട്ടാണ് ക്യാഷ് റിസീവ്ഡ് ഉണ്ടാവുക. വർക്ക് സർട്ടിഫൈഡ് മൈനസ് റിട്ടൻഷൻ മണി ഇസ് ഈക്വൽ ടു ക്യാഷ് റിസീവ്ഡ്. ഇവിടെ ക്യാഷ് റിസീവ്ഡ് 80% ആണ്. വർക്ക് സർട്ടിഫൈഡിന്റെ 80% ആണ് ക്യാഷ് റിസീവ്ഡ്. Means 2,40,000 is equal to 80% of work certified. We are given cash received being 80% of work certified. Then what would be the work certified? Work certified ന്റെ 80% ആണ് cash received 2,40,000. അങ്ങനെയാണെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് എന്താണ്? Is equal to cash received into 100/80. Because this 2,40,000 being 80%, what would be 100%? 2,40,000 into 100/80, 3 lakh. This 3 lakh being work certified. Okay,
Work certified 3 lakh. After work certified, find work uncertified. It is given rupees 6,000. Work uncertified rupees 6,000. Plant is to be depreciated at 10%. Opening plant was rupees 20,000. Then what would be closing plant? 20,000 minus depreciation. Opening plant തന്നിരിക്കുന്നത് 20,000 ആണ്. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 10% 2000. Then closing plant rupees 18,000. It is to be credited. Closing plant rupees 18,000. Value of material on hand at the end rupees 10,000. It is closing material. It is to be credited. Closing material, closing plant, etc. are to be credited. Then balance the account. As it is uncompleted contract, we get notional profit rupees 21,400. Completed contract അല്ലാത്തത് മൂലം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അഭ്യൂഹ ലാഭമാണ്. നോഷണൽ പ്രോഫിറ്റ് ആണ് rupees 21,400. After finding the notional profit, extend the contract account. Notional profit brought on 21,400. This notional profit, that is notional profit of a uncompleted contract, is to be divided into the amount transferred to profit and loss account, that is realized profit, and the amount transferred to work in progress reserve. First we have to compute the realized profit, that is amount to be transferred to profit and loss account. For this we have to compare the contract price and work in progress. Here the contract price is rupees 6 lakh and work certificate is rupees 3,06,000. എത്ര എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഇത് അറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യണം. ഒന്ന്, കോൺട്രാക്ട് പ്രൈസ്. ഈ ക്വസ്റ്റ്യനിൽ 6 lakh ആണ് കോൺട്രാക്ട് പ്രൈസ്. രണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂട്ടി 3,06,000 ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്. 6 lakhന്റെ പകുതിയേക്കാൾ മേലെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, above 50%. Here work completed is more than 50% of contract price. Therefore, 2/3 of the notional profit 21,400 into 2/3. Why this 2/3? Work completed is more than 50% of the contract price into 80% because the cash received is 80%. 21,400 notional profit into 2/3. Work in progress 50% മേലെ ആയതുകൊണ്ട് കോൺട്രാക്ട് പ്രൈസിന്റെ 50% മേലെ ആയതുകൊണ്ട് 2/3 into ക്യാഷ് റിസീവ്ഡ് 80% ആണ്. 80% 11,413 is to be transferred to P&L account. This is the realized profit, and the balance, that is 9,987, is to be transferred to work in progress reserve. Okay, this is the contract account. So thank you.